സാറേ, ഏത് കണിയാൻ പ്രവചിച്ചാലും ശരിയാകാത്ത ഒരു ഭാവിയാണ് കേരളത്തിലെ BJPക്ക്. ഇപ്പോൾ ഇതാ ഒടുവിൽ സംസ്ഥാന പ്രസിഡന്റ് വലിയ വിവാദത്തിലാണ്. എന്താവും ഇതിൻ്റെ ഒരു വരും ദിവസങ്ങളിൽ? അല്ല, ഇതിനകത്തൊരു പ്രശ്നം എന്ന് വെച്ചാൽ അതിനകത്ത് ഒരുപാട് പേര് ഈ നേതൃത്വ സ്ഥാനത്തിന് ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. എല്ലാ പാർട്ടിയിലും ഉണ്ട്, പക്ഷെ എന്നാലും ഒരാളെ അംഗീകരിച്ചു കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്കി എല്ലാവരും കുറച്ചൊരു ഒളിയുമ്പോൾ കുറച്ചെന്ന് പറയും. ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ എല്ലായിടത്തും ഉണ്ട്, പക്ഷേ എങ്കിൽ ഇത് കുറച്ചുകൂടി വ്യത്യസ്തമായ ഒരു സംവിധാനമാണ് BJPയിൽ. ഇപ്പം തന്നെ പാലക്കാട് നഗരസഭയിൽ വോട്ട് കുറഞ്ഞു. എന്ത് ന്യായമാണ്, ഉത്തരവാണ് മറ്റുള്ളവരോട് പറയുന്നത്? 8-10 കൗൺസിലർമാർ BJPക്ക് നിരന്തരം ജയിക്കുന്ന സ്ഥലത്താണ് വോട്ട് കുറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനെന്ത് ഉത്തരവാണ് ഉള്ളത്? ഉത്തരവില്ലല്ലോ. അപ്പോൾ അവിടെ തന്നെ ശോഭ സുരേന്ദ്രനാണോ കാൻഡിഡേറ്റ്, ഇദ്ദേഹമാണോ? പിന്നെ പല സംശയങ്ങൾ, ശോഭ വരുമോ വരില്ലയോ, പിന്നെ മീഡിയയും കൂടെ ഉണ്ട് അതിനകത്ത് കുറേ പണിയുന്നുണ്ട്. ഇതെല്ലാം കൂടെ കുറേ കൺഫ്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവർക്കൊരു ഓവർ എൻത്യൂസിയാസം ഉണ്ട്. പലപ്പോഴും വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ എൻത്യൂസിയാസം, ഇങ്ങനെ ആവേശപ്പെട്ട് ജയിക്കുമെന്നൊക്കെ പറയും. പാലക്കാട് യഥാർത്ഥത്തിൽ ശരിക്കും പിന്നെ നമ്മളെ ആള് ഈ കൃഷ്ണകുമാർ എന്ന് പറയുന്ന ആള് ഒരു ഭാഗ്യമുള്ള ആളല്ല. ഞാൻ കാണുന്ന കാൻഡിഡേറ്റ് ഇപ്പൊ അടൂർ പ്രകാശ് എവിടെ കൊണ്ടിട്ടാലും ജയിക്കും, അങ്ങനെ ചിലർ പറയും നമ്മൾ. ഈ രാജഗോപാൽജിയും അങ്ങനെ ഭാഗ്യമായിട്ടുണ്ടായിരുന്ന ഒരാളാണ്. അവസാനം ഒരു പ്രാവശ്യം രക്ഷപ്പെട്ടു. പിന്നെ അടുത്ത പ്രാവശ്യം BJPക്ക് അവിടെ വന്നില്ലല്ലോ, മത്സരിച്ചിട്ട് തോറ്റുപോയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ NK പ്രേമേന്ദ്രൻ എവിടെ കൊണ്ടിട്ടാലും പഞ്ചായത്ത് തൊട്ടേ ജയിച്ച് പോണ ആളാണ്. അങ്ങനെ ചിലർക്ക് ഭയങ്കര ഒരു ഭാഗ്യമുള്ളവരുണ്ട്. ഇതേ ഒരു ഭാഗ്യദോഷിയാണ്, എപ്പോഴും തോറ്റ് ചെറിയാമ്പലി ഇപ്പൊ പണ്ടത്തെ എവിടെ കൊണ്ടിട്ടാലും തോറ്റു. അതെ, അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇതിനകത്ത്. അപ്പം ഇതിനകത്തൊരു രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു ഭാഗ്യവും ചിഹ്നവും ഒക്കെ ചേർന്നാണല്ലോ രാഷ്ട്രീയം. അത് നമ്മൾ എപ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. ഇപ്പൊ സുരേന്ദ്രന്റെ എന്ന് പറയുമ്പോൾ ഇവരുടെ സംഘടനാ സിസ്റ്റം കുറച്ചുകൂടി പ്രശ്നമുണ്ട് ഇതിനകത്ത്. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇവര് പറഞ്ഞ BMS കേൾക്കോ? BMSും ഒരു BJP അനുകൂല സംഘടനയാണല്ലോ. പക്ഷെ ഇവർ പറഞ്ഞ BMS കേൾക്കൂല. അവർ പറഞ്ഞ ഞങ്ങൾ സ്വതന്ത്ര സംഘടനയാണെന്നാണ്. ഇവർ പറഞ്ഞ ബാലഗോകുലം കേൾക്കൂ. അല്ല, പക്ഷെ DYFI CPM-ന് കൺട്രോൾ ഉണ്ട്. സ്വന്തം സംഘടനയാണെങ്കിൽ പോലും കൺട്രോൾ ഉണ്ട്. ആ കൺട്രോളില്ല. അതിന്റെ 1% പോലും BJP കൺട്രോൾ ഇല്ല. ഞാൻ എവിടെയെങ്കിലും BJPക്ക് സംഘർഷം വരുമ്പോൾ, ഞാൻ വേറെ അർത്ഥത്തിൽ പറയാണ്, BJPക്ക് CPM-നൊരു സംഘർഷം വന്നാൽ, ഇപ്പൊ കോളേജിൽ തന്നെ, യൂണിവേഴ്സിറ്റി കോളേജിൽ ഞാൻ അവിടെ പഠിച്ചത്, ഒരു പ്രശ്നം വന്നാൽ CIT-കാരും കൂടിയൊക്കെ വന്ന് അതിനകത്ത് എന്ത് ചെയ്യും? ഇടപെടും. അതല്ലാനും പിടിക്കാനും ആശുപത്രി കൊണ്ട് CIT-കാരൊക്കെ ഒരുപാട് വരും. BMS-കാരൊന്നും പോകാറൊന്നുമില്ല. അവർ RSS-കാരൻ BJP-കാരൻ അടി കിട്ടിയെന്ന് പറഞ്ഞു. BMS-കാരൊന്നും പോകണം ഞങ്ങളില്ല. RSS-കാരൊക്കെ പോകുമായിരിക്കും. അതുപോലെ ബാലഗോകുലം, ABVP, അങ്ങനെ ഉള്ള രാഷ്ട്രീയത്തിലൂടെ കയറി വരുന്നവരല്ല BJP-യിൽ വരുന്നത്. ഇത് ഒരുപാട് ധാരകളിൽ വരെയാണ്. സ്വതന്ത്ര ധാര, അപ്പുറത്തെ ധാര, ഇന്നലെ വരെ അപ്പുറത്ത് നിന്നവൻ, പിന്നെ അത് കഴിഞ്ഞ് RSS വഴി സംഘം വഴി വരുന്നവർ, ഇങ്ങനെ പല ധാരകളിലൂടെയാണ് ഇതിനകത്തേക്ക് വരുന്നത്. വരുമ്പോൾ തന്നെ അവർക്ക് അതിനെ ഒരു ഒറ്റ ധാരയിലേക്ക് കൊണ്ടുപോകാൻ അവരുടെ നേതൃത്വത്തിന് എന്ത് ചെയ്യുന്നില്ല, കഴിയുന്നില്ല. അത് വലിയൊരു ഒരു പരിമിതിയാണ്. പിന്നെ കേരളത്തിൽ ഇപ്പോൾ സുരേന്ദ്രനെയോ കേരളത്തിലെ നേതാക്കളെ കണ്ടുകൊണ്ടല്ലല്ലോ ഒരുപാട് IAS-കാരും IPS-കാരൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. അവരെ ഒന്നും നിർത്താനൊരു സ്പേസ് ഇല്ല. നിരന്തരമായിട്ട് എൻഗേജ് ചെയ്യിക്കുന്നില്ല. ഇപ്പൊ CPM-നകത്ത് ചെന്ന് കഴിഞ്ഞാൽ പുരോഗമന സംഘം, സാഹിത്യ അക്കാദമി, അത് ഇങ്ങനെ പറഞ്ഞ് എവിടെയെങ്കിലും അവർക്ക് എൻഗേജ്മെന്റ് ഉണ്ട്. ഇതിവിടെ എൻഗേജ് ചെയ്യാനുള്ള സ്പേസ് ഇല്ല, അവർ ക്രിയേറ്റ് ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ട് വരുന്ന ആള് വന്നു, 4 ദിവസം പത്രത്തിലൊക്കെ പോലുണ്ടെങ്കിൽ അവരൊക്കെ പോയി, അല്ലെങ്കിൽ അവർ സൈലന്റ് ആവും. ചിലർക്കൊക്കെ ഡോക്ടർ KS രാധാകൃഷ്ണനെ പോലുള്ള ചിലർക്കൊക്കെ സ്ഥിരമായി സീറ്റ് കിട്ടുന്നു. ബാക്കി ആർക്കും എൻഗേജ് ചെയ്യാൻ സ്പേസ് ഇതിനകത്തില്ല. അപ്പൊ അത് താഴോട്ടും ഇല്ല, മുകളിലോട്ടും ഇല്ലാത്തനുസരിച്ച് താഴോട്ടും ഇല്ല. അപ്പൊ അതുകൊണ്ട് മോഡി പ്രഭാവത്തിൽ വന്നിട്ട് പിന്നെ നിരാശയാണ് പലർക്കും ഇതിനകത്ത് വന്നിട്ട്. ഞാൻ പലരോട് ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല, BJP ആയി ഒന്നും ചെയ്യാനില്ല. പക്ഷെ അങ്ങനെയുള്ള സംഘത്തെയും കൂടിയൊക്കെ വിപുലീകരിച്ചൊരു സിസ്റ്റം ഇവർ ഡെവലപ്പ് ചെയ്യുന്നില്ല. അതൊരു പ്രശ്നമാണ്. ഇവർക്ക് ഈ പെട്ടെന്ന് ഇതാവണം, അത് കഴിഞ്ഞ് ഗവർണർ ആവണം, അങ്ങനെ വേറൊരു മോഡലിലാണ് ഇവർ പോകുന്നത്. അപ്പോൾ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആളൊരു ശുദ്ധഹൃദയനാണ്. സംഭാഷണത്തിലൊക്കെ ഒരുപാട് മെച്യൂരിറ്റി ഒക്കെ വന്നിട്ടുണ്ട്. ആള് പാവമാണ്, സാധുവാണ്. സാധു മീൻസ് ഒരു മെച്യൂരിറ്റി ഉണ്ട്. പക്ഷേ എങ്കിലും ഈ സ്ട്രാറ്റജികളൊക്കെ വർക്കൗട്ട് ചെയ്യുന്നതിലൊക്കെ എന്തോ ഒരു പരാജയം ഉണ്ട്. പ്രത്യേകിച്ച് സ്ഥാനാർത്ഥി നിർണയത്തിലൊക്കെ. സ്ഥാനാർത്ഥി നിർണയം കൃഷ്ണകുമാർ മോശമായോ എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ അത് എല്ലാവരെയും വിശ്വാസത്തിലെടുത്ത് ചെയ്യുന്നതിലൊക്കെ ചില പ്രശ്നങ്ങളുണ്ട്. അപ്പം പല സ്ഥലത്തെ സ്ഥാനാർത്ഥികളെ, ഇപ്പൊ ഉദാഹരണം ഞാൻ പറയാം, ഒരാളിനെ ഇപ്പൊ ശോഭാ സുരേന്ദ്രനെ ആലപ്പുഴ നിർത്തണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്. അവരാണെങ്കിൽ ക്രൗഡ് പുള്ളറാണ്, നന്നായിട്ട് മാസ് പുള്ളി എന്ന സ്ത്രീയാണ്. അവർ 1 വർഷം മുമ്പ് അവിടെ ഇറക്കണമായിരുന്നു. ഇലക്ഷന്റെ തലേദിവസം കൊണ്ടല്ല അവിടെ ഇറക്കേണ്ടത്.
ഒരു ദിവസം മുമ്പ് ഇറക്കിയിരുന്നെങ്കിൽ അവരവിടെ ഉഴുത് മറിച്ചാനെ. പക്ഷെ പലപ്പോഴും BJP ഇന്ത്യയുടെ മറ്റു പല ഭാഗങ്ങളിലും അങ്ങനെ വളരെ കൃത്യമായി പ്ലാൻഡ് ആയിട്ടാണ്. അതിപ്പോ സുരേഷ് ഗോപിയുടെ ഉദാഹരണം തോറ്റിട്ടോടെ നിന്നു. പക്ഷെ അതെന്തേ മറ്റുള്ളവരുടെ കാര്യത്തിൽ നമ്മുടെ മഹേഷ് ഉണ്ടല്ലോ, നമ്മുടെ കരുനാഗപ്പള്ളി മഹേഷ്, കോൺഗ്രസിന്റെ, അദ്ദേഹം തോറ്റിട്ടോടെ തന്നെ നിന്നു. പണിഞ്ഞതുകൊണ്ട് ജയിച്ചു, ജനങ്ങളെ വിശ്വാസത്തിനടുത്ത് ജയിച്ചു. ഇത് ഒരു ദിവസം രാവിലെ വരും. അതാ ഞാൻ പറയും, ഇപ്പൊ രാജീവ് ചന്ദ്രശേഖർ തന്നെ ചിലപ്പോൾ ഒരു വർഷം മുമ്പ് ഇവിടെ വന്ന് പ്രവർത്തനം തുടങ്ങിയിരുന്നെങ്കിൽ ചിലപ്പം ജയിക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു സ്ട്രാറ്റജി ഒന്നും വർക്കൗട്ട് ചെയ്യുന്നില്ല, മനസ്സിലായി. അതിന് മുരളീധരൻ കുറച്ചുകൂടി വർക്കൗട്ട് ചെയ്തു, നേരത്തെ വർക്കൗട്ട്. അതിന്റെ ഒരു ഗുണം ആറ്റിങ്ങൾ കിട്ടുകയും ചെയ്തു. ഒരു വല്ലാതെ മുരളീധരന് ഗുണം കിട്ടി അങ്ങനെ പ്രവർത്തിച്ചാൽ. അങ്ങനെയൊന്നുമുള്ള ഇലക്ഷൻ സ്ട്രാറ്റജികളൊന്നും ഇവർ വർക്കൗട്ട് ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ട് BJP കുറെ കൂടി എന്ത് പഠിക്കേണ്ടതുണ്ട്, രാഷ്ട്രീയം പഠിക്കേണ്ടതുണ്ട്. അല്ല, ഈ അതിനകത്ത് പ്രസിഡന്റിന്റെ ഒരു വലിയ റോൾ വഹിക്കാനുണ്ട് ഒരു സംസ്ഥാനത്തെ ഘടകത്തെ. പിന്നെ വലിയ റോളുണ്ട്. പക്ഷെ അത്തരത്തില് സുരേന്ദ്രൻ ഇങ്ങനെ ഓടി നടന്നല്ലാതെ, പ്രസ്താവനകളുമായി CPM വിരുദ്ധ പ്രസ്താവനകളോട് ഓടി നടന്നല്ലാതെ കാര്യമായി സംഘടന ചലിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നൊരു ആക്ഷേപം കിടപ്പുണ്ട്, ശക്തമായ ആക്ഷേപം കിടപ്പുണ്ട്. അത് ഞാനീ പറഞ്ഞതാണ്. നേതാവ് ഒരേ സമയം 2-3 കാര്യങ്ങൾ. ഇപ്പൊ രാഹുൽ ഗാന്ധിയൊക്കെ പരാജയപ്പെട്ടുകൊണ്ട് അവിടെയാണ്. ഒരു വശത്ത് ക്രൗഡ് പുള്ളറായിരിക്കണം. കാര്യം മാസിന്റെ സൈക്കോളജിയാണല്ലോ മാറ്റിയെടുക്കേണ്ടത്. വേറൊരാളുടെ വോട്ട് ചെയ്യാൻ വന്നിരിക്കുന്നത് നമ്മുടെ പ്രസംഗം കഴിയുമ്പോൾ നമുക്ക് വോട്ട് ചെയ്യണം. ഇതാണല്ലോ പൊളിറ്റിക്സ്. അത്രയാണ്, സിമ്പിളാണ് ഞാൻ പറഞ്ഞത്. കടുകട്ടിയൊന്നുമില്ല, എല്ലാവരും ആദർശം നോക്കിയിട്ടൊന്നുമല്ല വരുന്നത്. അപ്പം ക്രൗഡ് പുള്ളറായിരിക്കണം, ഒരേ സമയം ഒരു വിഷൻ ഉണ്ടായിരിക്കണം, നല്ല ഓർഗനൈസ്, ഇങ്ങനെ പല ഘടകങ്ങൾ ചേരുന്നതാണ് ഒരു നേതാവ് എന്ന് പറയുന്നത്. അപ്പൊ ആ പല ഘടകങ്ങളെ ചിലരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, പല ഘടകങ്ങൾ നേടി പക്വതയോടുകൂടി നേതൃത്വത്തിലേക്ക് വരും. വേറെ ചിലരെന്ത് ചെയ്യും, വന്നതിന് ശേഷം ഹോംവർക്ക് ചെയ്യും. അത് വളരെ പ്രധാനമാണ്. വന്നതിന് ശേഷം ഇന്നലെ അവർ ഭയങ്കര വാചകമൊക്കെ ആയിരുന്നു, പക്ഷെ മന്ത്രിയായപ്പോൾ വളരെ സൈലന്റ് ആയിരിക്കും, ഫയലുകൾ മാത്രമേ കാണൂ. അങ്ങനെ ഒത്തിരി പേരുണ്ട്. അപ്പൊ അത്തരത്തിലുള്ളൊരു ഹോംവർക്ക് ചെയ്യാൻ BJPയിൽ എന്തോ എനിക്ക് സുരേന്ദ്രനെ പോലുള്ള ആർക്കും കഴിയുന്നില്ല. അവർ വരുന്നു, ഇരിക്കുന്നു, പിന്നെ അവരുടെ ഒരു സംഘം, ഒരു കുറെ പ്രവർത്തകരായി, അതായി, പിന്നെ മീഡിയയിൽ ഒഴിഞ്ഞ് സമയമില്ലല്ലോ അവർക്ക്. അങ്ങനെ ആ ഒരു ഹോംവർക്ക് ഒന്നും നടക്കുന്നില്ല. അവരുടെ ഒരുപാട് സമയം സുരേന്ദ്രനെ മാത്രമല്ല മറ്റെല്ലാ രാഷ്ട്രീയ നേതാക്കളുടെ സമയം മീഡിയ അപഹരിച്ചുകൊണ്ട് പോകുന്ന, കൃത്യമായ വല്ലപ്പോഴും ഒരു വിളിക്കുന്ന ഒരു ബൈടെക് എന്നോ ക്ലാസ് എന്നോ സെമിനാർ എന്നൊക്കെ പറയുന്നല്ലാതെ കേരളത്തിലെ വികസന അജണ്ട എന്താ? ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഇപ്പൊ CPM ആണെങ്കിൽ പഠന കോൺഗ്രസ് നടത്തും, കോൺഗ്രസ്സുകാരാണെങ്കിൽ ആ സമ്മേളനം ഈ സമ്മേളനം എന്ന് പറഞ്ഞ് നടത്തും. BJPയുടെ അങ്ങനെ ഒരു പരിപാടി ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ആ തരത്തിൽ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ഒരു വികസന കോൺഗ്രസ് നടത്തി, അല്ലെങ്കിൽ വികസന ഉച്ചകോടി, അവർ എന്തെങ്കിലും പേരിട്ടോ, ഒരു ഹിന്ദുത്വ പേരൊക്കെ ഇട്ടോളൂ, എന്ത് പേരിട്ടാലും അങ്ങനെ ഒരു സംഘടന വിളിച്ചു കൂട്ടി ഒരു വിഷൻ ഡോക്യുമെന്റ് ഉണ്ടായി, ഇവിടുത്തെ ദളിതരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതും, ഇവിടുത്തെ ആദിവാസികളുടെ പ്രശ്നങ്ങൾ ഞങ്ങളുടെ കാഴ്ചപ്പാട് ഇതാണ്, ഇവിടുത്തെ പട്ടികജാതി പട്ടികവർഗക്കാരുടെ ഞങ്ങളുടെ കാഴ്ചപ്പാട്, സ്ത്രീകളുടെ മുന്നേറ്റത്തിനുള്ള ഞങ്ങളുടെ കാഴ്ചപ്പാട് ഇതാണ്, തീരദേശത്തിന് ഞങ്ങൾക്ക് ഇതാണ് ഞങ്ങളുടെ. വേറെ തമാശ എന്തിനാവും, ഇതിനെല്ലാം കേന്ദ്ര ഗവൺമെന്റിന് പദ്ധതികളുണ്ട്, മനോഹരമായ ഒരുപാട് പദ്ധതികൾ. ഞാൻ പല പദ്ധതികളും നോക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, മനോഹരമായ പദ്ധതികളുണ്ട്. ഈ പദ്ധതികൾ മാത്രം അവരെന്ത് ചെയ്താൽ മതി, ജനങ്ങളെ മൊബിലൈസ് ചെയ്ത ആ പദ്ധതികളിലേക്ക് മാത്രം കൊണ്ടുപോയാൽ പോലും ഒരുപാട് മാറ്റം വരും. അതിന് ക്ലാസിക് എക്സാമ്പിളിൽ UP, അവിടെ മുസ്ലിങ്ങളെ ഏരിയയിൽ ആരാ ജയിക്കുന്നത്? ഈ പറയുന്ന പ്രശ്നമാണെങ്കിൽ മുസ്ലിങ്ങൾ പോയി വോട്ട് ചെയ്യുമോ? പിന്നെ ഹിന്ദു BJPക്കാരനെ നിർത്തിയ ആളിനെ മുസ്ലിങ്ങൾ പോയി വോട്ട് ചെയ്യൂലല്ലോ. നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളിലെല്ലാം ക്രിസ്ത്യാനികളല്ലേ വോട്ട് ചെയ്യുന്നത് BJPക്ക്, വേറെ ആരും അല്ലല്ലോ സാറേ, ഹിന്ദുക്കളല്ലല്ലോ അവിടെ വോട്ട് ചെയ്യുന്നത്. ഇവിടെ എന്താ നടക്കാത്തത്? അതിനുള്ള വികസന അജണ്ടകൾ സാർ പറഞ്ഞ ശരിയാണ്. എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഏതെങ്കിലും തരത്തിൽ പ്രയോജനകരമായ എന്തെങ്കിലുമൊക്കെ പിന്നെ യോജനകൾ ഇപ്പൊ ഉണ്ട്, എന്തെങ്കിലും ഉണ്ട്. 70 വയസ്സ്, 50 വയസ്സ്, എന്തെങ്കിലുമൊക്കെ ഉണ്ട്. അതുപോലും ജനങ്ങളിലേക്ക് എത്തുന്നില്ല. അത് ഒരു കാൾ ഫ്രീ വെച്ച് ടോൾ ഫ്രീ, അതൊന്നും പോരാ. അതൊന്നും പോരാ. അപ്പൊ ഞാൻ എന്റെ ഓരോ പ്രദേശത്തും പ്രവർത്തകർ അവർ ജനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുകയും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് സംഘടനാപരമായി. ആ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് പിന്നാമ്പുള്ള BJP മനസ്സിലാക്കേണ്ടത് ഇവിടെ ഒരു ഇടതുപക്ഷ മണ്ണാണ് എന്ന് പറഞ്ഞാൽ എല്ലാ പാർട്ടിയിലുള്ളവരും എന്ത് പറയും? മതേതരത്വം പറയും. ഓരോ പിന്തിരിപ്പന് വേണ്ടിയിട്ട് എന്താ പറയുന്നത്? മതേതരത്വമാണ്. വളരെ കടുകട്ടി ജാതി സംഘടനയുടെ തീവ്രവാദം പറയുന്ന ആളും അതുകൊണ്ട് പറയുന്നത് എന്താണ്? മതേതര ഇന്ത്യ, മതേതര കേരളം അതൊരു ഫാഷനാണ്. ഇവിടുത്തെ കേരളത്തിലൊരു ഫാഷനാണ് മതേതരം പറഞ്ഞിട്ട്, പിന്നെ കാണിക്കുന്നതൊക്കെ വേറെ. പക്ഷെ പറയുമ്പോൾ ഇത് പറയണം. അങ്ങനെ ഇപ്പൊ കോൺഗ്രസ്സുകാരിലും ഒരു ഇടതുപക്ഷ ലൈനാണല്ലോ അവർ പറയുന്നത്. സോഷ്യലിസം, മതേതരത്വം എല്ലാം തന്നെ അവർ പറയുന്നത്. വേറെ ഒന്നും ഗാന്ധിസം പറയുന്നത് ഇവിടുത്തെ ഏതെങ്കിലും കോൺഗ്രസ്സുകാരൻ ഗാന്ധിസം പ്രസംഗിക്കുന്ന സാറ് കേട്ടിട്ടുണ്ടോ? അല്ല, അറിഞ്ഞാലും പ്രസംഗിക്കുന്ന ഞാൻ കേട്ടിട്ടില്ല. അവരും പറയുന്നത് എന്താണ്? സോഷ്യലിസം, മതേതരത്വം, ഗാന്ധിയൻ സോഷ്യലിസം. അല്ല, ഗാന്ധിസം ഒന്നും അവർ പറയാറില്ല, ഗാന്ധിയൻ സോഷ്യലിസം എന്നേ പറയാറുള്ളൂ. ആ ഒരു മണ്ണാണ് ഇവിടെ. കാരണം ഇവിടെ കുറെ നവോത്ഥാന നായകരും
ഇടതുപക്ഷവും അവരൊക്കെ ഉഴുത് മറിച്ചൊരു മണ്ണാണ് ഇവിടെ. ആ മണ്ണിൽ മാറി വരാനുള്ള സമയം എടുക്കുന്നേ ഉള്ളൂ. അപ്പൊ അത് മാറണമെങ്കിൽ വേറെ കുറച്ച് പണിയൊക്കെ ചെയ്യണം. അതെന്ത് പണിയാണെന്ന് ഓരോ പ്രദേശവും മനസ്സിലാക്കി ഇവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് വലിയൊരു പ്രതിസന്ധി തന്നെയാണ് BJP യെ സംബന്ധിച്ചിടത്തോളം. അവർ പല പല കാരണങ്ങളാണ്. ഇപ്പൊ ഞാൻ പല നേതാക്കളെ എനിക്കറിയാം, പല ആളുകളെ ചോദിക്കുമ്പോൾ അവർ സംഘത്തിൽ നിന്നവർക്ക് ഒരു പ്രയോറിറ്റി കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്, സംഘം വഴി വരാത്തവർക്ക് ഉള്ളൊരു പ്രശ്നം. അപ്പൊ ഇങ്ങനെയൊക്കെ പല പല ഗ്രൂപ്പുകളും കൊണ്ടുപോകുന്ന ആളുകളെ കൃത്യമായി അതിനെ അവർ പ്രയോജനപ്പെടുത്തുന്നില്ല എന്നുള്ളത്. ഇപ്പൊ കണ്ണന്താനം, അൽഫോൻസ് കണ്ണന്താനം 1.5 വർഷത്തേക്ക് മന്ത്രിയായി. പിന്നെ എവിടെ ആള്? അബ്ദുള്ള കുട്ടി. ഇതിനകത്ത് ആളുകൾ ഇപ്പൊ അബ്ദുള്ള കുട്ടിയെ ന്യൂനപക്ഷ എന്തോ കമ്മിറ്റിയുടെ, ഹജ്ജ് കമ്മിറ്റിയുടെ ഒക്കെ അതൊക്കെ ആക്കിയിട്ടുണ്ട്. അതെല്ലാം ശരിതാണ്. ജോർജ് കുര്യൻ എത്രാമത്തെ വർഷമാണ് മന്ത്രിയാവുന്നത്? എന്തുകൊണ്ട് ഒരു മന്ത്രി കേരളത്തിന്? അങ്ങനെ നോക്കിയിട്ടൊന്നും അല്ലല്ലോ ചെയ്യുന്നത്. 2 3 മന്ത്രിയെ ചിലപ്പോൾ കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ വരുന്നവരെ അങ്ങോട്ട് അക്കോമഡേറ്റ് ചെയ്യേണ്ടി വരും. ഇനി വരുന്നവരെ അക്കോമഡേറ്റ് ചെയ്യുമ്പോൾ നിൽക്കുന്നവർ ഒലിച്ചു പോകാൻ പാടില്ല. അങ്ങനെയുണ്ടല്ലോ സാർ. ഇപ്പൊ CK പത്മനാഭനൊക്കെ പറയുന്നത് എന്താണ്? പത്മജ വേണുപോലൊക്കെ അങ്ങനെ എടുത്ത് തലയിൽ വെക്കേണ്ട കാര്യമില്ല എന്ന് പറയുമ്പോൾ CKPക്ക് ഒരു പരാതിയുണ്ട്, നിൽക്കുന്നവരെ ഉൾക്കൊള്ളുന്നില്ല എന്ന്. അപ്പൊ നിൽക്കുന്നവരെ ഉൾക്കൊള്ളണം, വരുന്നവരെ ഉൾക്കൊള്ളണം. അപ്പൊ അതനുസരിച്ച് സ്പേസ് ഉണ്ടാക്കണം. ഈ സ്പേസ് ഉണ്ടാക്കൽ ഇവിടെ നടക്കുന്നില്ല, കേരളത്തിലെ പാർട്ടിക്കകത്ത് നടക്കുന്നില്ല. അങ്ങനെ സ്പേസ് ഉണ്ടാകുമ്പോഴാണ് ഇതിനകത്ത് വരുന്നവർക്ക് നിൽക്കാനും അവർക്ക് ആക്ട് ചെയ്യാനും ഇതുമായി സജീവമായി നിൽക്കാനും അവരെ കൂടെ പത്മജ വേണുഗോപാൽ ഇപ്പൊ ഞാൻ ഉദാഹരണം പറഞ്ഞു, അവർക്ക് സ്ഥാനം കൊടുക്കണമെന്ന് ആർത്ഥത്തിലല്ല പറഞ്ഞു, അവരെ കൂടെ കുറച്ച് പേരുണ്ട്. അതെ. അപ്പൊ അവർക്ക് വരണമെങ്കിലോ ചേച്ചിയുണ്ട്, പത്മ ചേച്ചിയുടെ കൂടെ പോയി അതിന്റെ കൂടെയൊക്കെ നിൽക്കാം, അബ്ദുള്ള കുട്ടിയുടെ കൂടെ പോയി നിൽക്കാം. അതുപോലെ ഇതിനകത്ത് സ്ഥിരമായുള്ള ആളുകളുണ്ടല്ലോ, ഇതിനകത്ത് തന്നെ ഉള്ളവരുണ്ട്, അവരുടെ കൂടെ ഇങ്ങനെ ആളുകൾ, അങ്ങനെയല്ലേ ആളുകൾ വരത്തുള്ളൂ. കാരണം ഇതിനകത്ത് ഈ വലിയ ആശയവും ആദർശവും ഒന്നും വെച്ച് വരുന്നവരെ ഇപ്പൊ ആരും നമ്മുടെ പിന്നെ സർവർക്കൻ ഗോൾവർക്കറിന്റെ ആശയം ഒന്നൊക്കെ പഠിച്ച് പുസ്തകമൊക്കെ ഒന്ന് പഠിച്ചിട്ടൊന്നും അല്ല ആരും BJP ചേരുന്നത്. മഹാഭൂരിപക്ഷം ചേർന്നിരിക്കുന്ന മോഡി പ്രഭാവത്തിലും മോഡിയുടെ ഒരു കാഴ്ചപ്പാടിലും ഒക്കെയാണ് ഒരുപാട് ആളുകൾ അതിനകത്ത് വരുന്നത്. പക്ഷെ ആ വരുന്ന ആളുകളെ അങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകാനും അവർക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ, ഞാൻ ആ വാക്കാ ഉപയോഗിക്കുന്നത്, സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ഞാൻ പരസ്യമായിട്ട് പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല, എനിക്കങ്ങനെ പറയാം. അതേപോലെ ജീവിച്ചിരിപ്പില്ല ഒരു പ്രമുഖനായ ആള്, ഒരു വളരെ പ്രമുഖനായ ആള്, അദ്ദേഹത്തിനെ അന്നത്തെ BJP സംസ്ഥാന പ്രസിഡന്റ് രാമൻപിള്ള സാർ വിളിച്ചോണ്ട് പോയി. ഈ പോയ ആളുടെ പേര് ഞാൻ പറയുന്നില്ല. വിളിച്ചോണ്ട് പോയ ആൾ ചെറിയ ആളല്ല, വലിയ പണ്ഡിതനാണ്, അന്ന് മരിച്ചുപോയി. അദ്ദേഹം കോൺഗ്രസ്സുകാരനായിരുന്നു. അദ്ദേഹത്തിനെ പൊക്കിയെടുത്ത് BJPയിലുണ്ട്. അന്ന് കേന്ദ്രത്തിൽ മോഡിയും ഇല്ല, ഒരു BJPക്ക് ഒരു സ്റ്റേറ്റും ഇല്ല, ഒന്നുമില്ലാത്ത സമയത്താണ്, ഒരു അധികാരവും ഒന്നും പങ്കുവയ്ക്കാൻ ഇല്ലാത്ത സമയത്താണ് ഈ പണ്ഡിതൻ പോയത്. പക്ഷെ അദ്ദേഹം വളരെ വിഷമത്തോടു കൂടിയാണ് അവിടെ നിന്ന് മാറിയത്. പിന്നെ വേറെ അങ്ങ് പോയില്ല, കാര്യം BJP സഹായിക്കാൻ പോയതുകൊണ്ട് വേറെ ആരും പുള്ളിയെ സഹായിക്കാൻ വിളിച്ചുമില്ല. പക്ഷെ പുള്ളി പലരോടും പറഞ്ഞ എനിക്കറിയാം, അദ്ദേഹത്തിന്റെ ജൂനിയേഴ്സിനോട്, പ്രയാസമാണ് അവിടെ പോയാൽ, നമുക്കൊരു സ്പേസ് ഇല്ല. ഈ വാക്കാണ് പറഞ്ഞത്, നമുക്കൊരു സ്പേസ് വേണ്ടേ, എനിക്ക് പോയി അവിടെ കൊടി പിടിക്കാൻ പറ്റില്ല, എനിക്ക് പോയി അവിടുത്തെ സമ്മേളനത്തിൽ ഇരിക്കാൻ പറ്റത്തില്ല, അവരുടെ എനിക്ക് സ്പേസ് വേണം. സ്പേസ് എന്ന് പറഞ്ഞാൽ സ്ഥാനമല്ല, ജനറൽ സെക്രട്ടറി ആ സ്പേസ് അല്ല, അല്ലാതെ ഒരു പൊളിറ്റിക്കൽ സ്പിയർ എന്ന് പറയുന്നത് കുറച്ചുകൂടി വിശാലമായ സ്പിയർ മണ്ഡലങ്ങൾ അവരുണ്ടാക്കണം. സാഹിത്യകാരന്മാർക്ക്, സാമൂഹ്യ പ്രവർത്തകർക്ക്, IAS, ഇങ്ങനെ പല ആളുകളും വരും. ഇതിനകത്ത് വരുന്നവർക്കുള്ള സ്പേസുകൾ ക്രിയേറ്റ് ചെയ്ത് അതിന് ഫോറങ്ങളും ഉണ്ടാവണം. അതാണ് ഈ സമ്മേളനത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. ഫോറങ്ങൾ ഉണ്ടാവണം, സ്പേസ് ഉണ്ടാവണം, കൂടുതൽ ആളുകളെ ഇതിനകത്ത് വരും. അല്ലാതെ വരില്ല, നിൽക്കാൻ പറ്റില്ല. പിന്നെ ഇവർ സ്ട്രാറ്റജി വർക്കൗട്ട് ചെയ്യുന്നത് എന്താണ്? 50% പേരാണ് ഹിന്ദുക്കളുള്ളൂ, 52% ബാക്കി മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുമായിട്ട് പോകും. ക്രിസ്ത്യാനികളിൽ ഇവർക്കൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. നിൽക്കണോ വേണ്ടേ, മുനമ്പാതു എന്നൊക്കെ പറഞ്ഞ് ക്രിസ്ത്യാനികളുടെ ഇടയിൽ കുറച്ച് ബഹളം ഉണ്ടാക്കി. കുറെ നേതാക്കളൊക്കെ PC ജോർജ് പോലുള്ള കുറച്ചുപേരെ കൊണ്ടുവരാൻ പറ്റി. PC തോമസ് കുറച്ചു കാലം വന്നിരുന്നു. അപ്പൊ ആ കുറച്ച് അങ്ങനെ ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഒരനക്കം വെച്ചിട്ടുണ്ട്, കുറെ അനക്കം വെച്ചിട്ടുണ്ട്. താഴോട്ട് വന്നില്ലെങ്കിലും കുറെ അനക്കമുണ്ട്. മുസ്ലിങ്ങളുടെ ഇടയിൽ ഒട്ടും പറ്റിയിട്ടില്ല, ഒട്ടും ഒരു അനക്കം ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. എന്നാൽ നോർത്തിൽ അങ്ങനെ അല്ലല്ലോ, അല്ല, അവിടെയാണ് വ്യത്യാസം. അതെന്തുകൊണ്ട് അവർക്ക് മനസ്സിലാവാത്തത്? ഇവർക്ക് മനസ്സിലാവാത്ത കാര്യം അതാണ്. അവരെയും കൂടി വിശ്വാസത്തിലെടുക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് കേരളത്തിൽ ഈ പറയുന്ന പോലെ പിന്നെ ഇത് മാത്രം നിൽക്കില്ല. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. അങ്ങനെ പറയാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, എന്നാലും ഞാൻ പറയാണ്. ഈ ഇലക്ഷന്റെ അവസാനം ക്യാമ്പയിൻ കഴിഞ്ഞു. ഈ നമ്മളെ ഇത് നടക്കുന്നുണ്ടല്ലോ, നമ്മുടെ ഈ കലാശക്കൊട്ട് അങ്ങോട്ട് സ്ട്രോങ് ആയപ്പോൾ ജയ് ശ്രീറാം വിളികൾ ഉയരുകയാണ്. വല്ല പ്രസക്തി ഉണ്ടോ? അതെ, ജയ് ശ്രീറാം വിളിക്കുന്ന എവിടെ ആയിരിക്കണം? കുറച്ചുകൂടി ആത്മീയപരം അങ്ങനത്തെ സ്ഥലങ്ങളിലല്ലേ. അത് അനവസരത്തിലായി പോകും. ഇന്നിങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അത് കേട്ടോണ്ടിരിക്കുന്ന ഒരു മുസ്ലിം, കേട്ടോണ്ടിരിക്കുന്ന ഒരു ക്രിസ്ത്യാനി. അതെ, അതായത് കേരളത്തിൽ ഇപ്പൊ സാർ പറഞ്ഞു വരുന്നത് ഇതാണ്. അതായത് ഈ
ആശങ്കകൾ കേരളത്തിൽ ഏറെയുണ്ട്. ആ ആശങ്കകൾക്ക് അതീതമായി പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ഈ BJP മിഷനറി ഇതുവരെയും അങ്ങനെ ചിന്തിക്കുന്നില്ല. അതൊരു സ്പേസ്, ഒരു അക്കോമഡേഷൻ നിൽക്കുന്നവർക്ക് ഉള്ളൊരു സ്പേസ് വേണം, വരുന്നവർക്ക് സ്പേസ് വേണം. അത് പല തലങ്ങളിലാവണം. ഇപ്പൊ കർഷക സംഘം, ട്രാൻസ്പോർട്ട് യൂണിയൻ, മറ്റേ യൂണിയൻ, ബൗദ്ധികമായ ഒരു ലെവൽ, തൊഴിലാളിയുണ്ട്. അപ്പൊ അങ്ങനെ അത്തരത്തില് തൊഴിലാളി അങ്ങനെ ഇങ്ങനെ എല്ലാ മേഖലയിലുള്ള ഇടപെടൽ, കൃത്യമായ നിരന്തരമായ ഇടപെടൽ, അങ്ങനെ ഒരു മെഷീൻ ഇവിടെ പ്രവർത്തിക്കുന്നില്ല. അതിന്റെ പിന്നെ ബൗദ്ധിക തലത്തിലേക്ക് പറഞ്ഞ എത്ര IPS അപ്പൊ അവരെ തപസ്യയുമായിട്ട് വല്ല ബന്ധമുണ്ടോ? അതാണ് തപസ്യൊക്കെ പോട്ട് ഒരു ബന്ധമല്ല. ഇവരുമായിട്ട് വല്ല ബന്ധമുണ്ടോ? ഭാരതീയ വിചാര കേന്ദ്രമുണ്ട് ഇവിടെ, ഇവരുമായിട്ട് വല്ല ബന്ധമുണ്ടോ? ഞാൻ ചോദിക്കുന്നത് എന്തെങ്കിലും കോൺഗ്രസിലെ ഇത്തരം സംഘടന ഇച്ചിരി കൂടി ആക്റ്റീവ് ആണെന്നാണ്. അവര് രാജീവ് ഗാന്ധി സ്റ്റഡി സെന്റർ എന്നൊക്കെ പറഞ്ഞ് ഇറക്കി സമ്മേളനം നടത്തി കുറെ കാര്യങ്ങൾ അവർ തുറന്നു വെച്ചപ്പോ അവിടെ വലിയ ആക്റ്റീവ് ആ ലെവലിലേക്ക് പോലും, അതായത് അത്രയ്ക്കൊരു ഉൾക്കാഴ്ചയുള്ള ഒരു ദേശീയ പ്രസിഡന്റ് അങ്ങനെ വേണം. ഇല്ല എങ്കിൽ വിഷൻ ഡോക്യുമെന്റ് ഒക്കെ അവിടെ കൊണ്ടാക്കും. ഇപ്പൊ രമേശ് ചെന്നിത്തല നേരത്തെ ഇരുന്നപ്പോ KPCC പ്രസിഡന്റ് ആയിരുന്നപ്പോ എത്ര സമ്മേളനം നടന്നത്. ഞാനൊക്കെ പോയി പേപ്പർ പ്രസിഡന്റ്, ഞാൻ എല്ലാ പാർട്ടിയിലും പോയി അക്കാഡമിക് ലെവലിൽ നിൽക്കുന്ന ആളെന്നുള്ളത് എല്ലാ പാർട്ടി സമ്മേളനമൊക്കെ നടത്തുമ്പോൾ പരിസ്ഥിതി രംഗത്ത് ഞാൻ പോയി പേപ്പർ പ്രസന്റ് ചെയ്യുന്നതാണ്. വാട്ടർ പരിസ്ഥിതി ആസൂത്രണ രംഗത്ത് ഒരു പരിപാടിക്ക് ഞാൻ പോയി പേപ്പർ പ്രസന്റ് ചെയ്തു. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമുക്ക് ഓരോ പല ആളുകൾക്കും പലരോടും അറ്റാച്ച്മെന്റ് വരുന്നതേ. അപ്പൊ അതൊന്നും അങ്ങനെ ഒരു സ്പേസ് ഒന്നും BJP ചിന്തിക്കുന്നില്ല. അപ്പൊ തീർച്ചയായിട്ടും BJP കേവലം ഒരു സുരേന്ദ്രൻ മാറിയത് കൊണ്ടോ, സുരേന്ദ്രന്മാരെ ശോഭാ സുരേന്ദ്രനെ വെച്ചതുകൊണ്ടോ, അവർ രണ്ടുപേരെ മാറ്റി V മുരളീധരനെ വെച്ചതുകൊണ്ടോ മാത്രം തീരുന്നതല്ല കേരളത്തിലെ വിഷയം. കേരളത്തിന്റെ പാരിസ്ഥിതികമായ, കേരളത്തിന്റെ വികസനപരമായ, കേരളത്തിന്റെ ഡെമോഗ്രാഫിക് ഒരു 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 ലൈനുണ്ട് ഇവിടെ. അതിൻ്റെ ഒരു പാറ്റേൺ ഉണ്ട്. ഈ പാറ്റേൺ പഠിച്ചുകൊണ്ട് തീരദേശം മുതൽ മലനാട് വരെയുള്ള ജനങ്ങളെ എങ്ങനെയാണ് ഒന്നിച്ചു കൊണ്ടുപോവുക എന്നുള്ളതിന്റെ വലിയ സ്ട്രാറ്റജി BJP വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അതവർ വർക്കൗട്ട് ചെയ്യുമോ ഇല്ലേ എന്നുള്ളതാണ്. അല്ലാതെ പാലക്കാട് കൃഷ്ണമാണ നിർത്തണോ, ശോഭാ സുരേന്ദ്രൻ നിർത്തണോ, അല്ലെങ്കിൽ ഇതിനേക്കാൾ പ്രഗത്ഭനല്ലേ നിർത്തി തോറ്റത്? ശ്രീധരൻ സാർ ഒന്നും തോറ്റ സ്ഥലമല്ലേ? അത് പിന്നെ എന്തിനാണ് അവർ കൃഷ്ണമാറിനെ മാത്രം പറയുന്നത്? അപ്പൊ അങ്ങനെയല്ല ജനങ്ങൾ നോക്കുന്നത്. മനസ്സിലായില്ലേ? ജനങ്ങൾ നോക്കുന്നത് വേറൊരു തലത്തിലേക്കാണ് നോക്കുന്നത്. അപ്പൊ അതിലേക്ക് ഇവർ വരണം. വന്നാൽ ഒരു കാര്യം പറഞ്ഞ അവസാനം സാർ, ഇപ്പൊ കോൺഗ്രസിന് കലാസംഘടനയുണ്ട്, കലാസാഹിതി എന്ന് പറഞ്ഞ് മറ്റേ ആര്യടൻ ഷൗക്കത്തിന്റെ നേതൃത്വത്തിൽ. മറ്റവർക്ക് പരിഷത്ത് കൂടെ ഉണ്ട്. CPM-നെ സംബന്ധിച്ച്, BJP സംബന്ധിച്ച് ആരാ ഇങ്ങനെയുള്ളത്? ജനങ്ങളെ പഠിപ്പിക്കാൻ, ജനങ്ങളെ ബോധവൽക്കരിക്കാൻ, ജനങ്ങളെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കാൻ പറ്റുന്ന, ഞാൻ ഈ പറഞ്ഞ ഈ വികസന പ്രവർത്തനങ്ങൾ തന്നെ ഇവർ കേരളത്തിൽ എക്സ്റ്റെൻഡ് ചെയ്ത് എത്ര പേർക്ക് കൊടുക്കുന്നു എന്നൊന്നും എനിക്കറിയത്തില്ല. അതെല്ലാം കൂടി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് സുരേന്ദ്രൻ പ്രശ്നമല്ല എന്നല്ല, സുരേന്ദ്രൻ മാത്രമല്ല പ്രശ്നങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതവരിരുന്ന് ഹോംവർക്ക് ചെയ്ത് ചിന്തിക്കട്ടെ. ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ളതല്ല അവർക്ക് ഭാവിയുണ്ട്. ഭാവി എന്ന് പറയുന്നത് ജനങ്ങളുടെ നമുക്കിപ്പോ ഇവര് ആര് വരുന്നത്, നമുക്ക് ജനാധിപത്യത്തിൽ ആര് വന്നാലും ഹാപ്പി, വി ആർ ഹാപ്പി. വോട്ട് ചെയ്ത് ആര് വന്നാലും സന്തോഷം. CPM വന്നാലും കോൺഗ്രസ് വന്നാലും ഇനി ആര് വന്നാലും നമുക്ക് സന്തോഷം. ജനാധിപത്യമാണല്ലോ, ജനങ്ങൾ തീരുമാനിക്കട്ടെ. അൾട്ടിമേറ്റ് നമ്മളല്ലല്ലോ തീരുമാനിക്കുന്നത് സാർ. അപ്പൊ അതുകൊണ്ട് ജനങ്ങളെ കൂടെ നിർത്താൻ ഓരോ പാർട്ടികളും അവരുടേതായ അജണ്ടകൾ അവർ സെറ്റ് ചെയ്ത് കൊണ്ടുവരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം സാർ. ആയിക്കോട്ടെ.